കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നതെന്ന് മനപ്പായിസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷമുണ്ടല്ലോ, RSS മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ, കോൺഗ്രസ് മുതൽ ലീഗ് വരെ, ഈ സംഘടിത സംഘം ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടു കൂടെ ഈ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശ്രീ ജേക്സി തോമസ്, ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ്. നോക്കുമ്പോൾ ജയിക്ക് തന്നെ വിശേഷിപ്പിച്ച സാഹചര്യങ്ങളുണ്ടല്ലോ. അതായത് ക്ഷേമ പെൻഷൻ തന്നെ ഈ 1600 തന്നെ കുടിശ്ശികയായി, KSRTC ജീവനക്കാർക്ക് ആ കോർപ്പറേഷന് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല, സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജയിക്ക് തന്നെ പറഞ്ഞല്ലോ. അതൊക്കെ എന്തുകൊണ്ടാണ്? സാമ്പത്തിക പ്രതിസന്ധി മൂലമാണല്ലോ. സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ധനമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ 10,000 കോടി രൂപയിലധികം വരുന്ന ഇപ്പോഴത്തെ ഈ ബൊനാൻസയ്ക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ്. അത് എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു BJPയുടെ പ്രതിനിധി തന്നെയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പരിഹാസങ്ങൾ, വിമർശനങ്ങൾ, പാതിബന്ധ നുണകൾ, അതൊക്കെയാണ് അവരുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത്. അവർ ചോദിക്കുന്നു, ഈ 4 ലക്ഷം കോടിയിലധികം വരുന്ന കടക്കെണിയുള്ള കേരളം എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു തീർക്കും? അവർ കൃത്യമായി ചോദിച്ചത് ഇത് എന്ന് കൊടുക്കും, ഇത് എങ്ങനെ കൊടുക്കും, അങ്ങനെയാണ് ചോദിച്ചത്. അങ്ങ് എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധിയെങ്കിലും അല്പസമയമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഒരു വാചകം കണ്ടിരുന്നുവെങ്കിൽ എന്ന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. കാരണം നവംബർ മാസം 1 കേരളപ്പിറവി ആഘോഷത്തിനായി നമ്മുടെ നാട് തയ്യാറെടുക്കുന്ന സമയം മുതൽ ഈ പറയുന്ന എല്ലാ പദ്ധതികളും നിലവിൽ വരും. നവംബർ മാസവും ഡിസംബർ മാസവും ജാനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും, അങ്ങനെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 5 മാസവും ഇടതടവുകൾ ഇല്ലാതെ തന്നെ ഈ ഗവൺമെന്റ് തന്നെ പണം കൊടുക്കും. എങ്ങനെ പണം കൊടുക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് നമുക്ക് ഉപോത്ബലകമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അടിസ്ഥാന വിവരം എന്ന് പറയുന്നത്, കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ശേഖരിക്കേണ്ടതല്ലോ. യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ പാനലിസ്റ്റുകൾക്കും അഭിപ്രായ വ്യത്യാസം ഏറ്റവും കുറവുള്ള ഒരു ഏജൻസി ആയിരിക്കും C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെ? എന്നെക്കാൾ നന്നായിട്ട് ആദരണീയനായ ഡോക്ടർ G ഗോപകുമാറിന് ആ റിപ്പോർട്ടിനെയൊക്കെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ സംസാരിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ പ്രത്യേകത എന്താണ്? ഈ കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നതെന്ന് മനപ്പായിസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷമുണ്ടല്ലോ, RSS മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ, കോൺഗ്രസ് മുതൽ ലീഗ് വരെ, ഈ സംഘടിത സംഘം ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടു കൂടെ ഈ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങ് ചോദിച്ചില്ലേ, നമ്മുടെ ഈ ട്രഷറിയിൽ എലി പറ്റി കിടക്കുകയാണോ, തപ്പി നോക്കിയാൽ എലിയല്ലേ കിട്ടുന്നതെന്ന്? തപ്പി നോക്കിയാൽ എലിയെ കിട്ടുന്ന അപകടപൂർണമായ കടക്കണിയുള്ള 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് അങ്ങയുടെ ഗവൺമെന്റ് ഏജൻസിയായ, അങ്ങയുടെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയായ C&AG പറഞ്ഞിട്ടുണ്ട്. ബഹുമാനിയായ BJP നേതാവ് ആ 13 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? നമ്മൾ കടത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിലും ഈ ചർച്ചയിൽ കടത്തിന്റെ മാനകമായി സ്വീകരിക്കേണ്ടത് ഡെപ്റ്റ് ടു GSDP റേഷ്യോ ആണെന്നുള്ള കാര്യത്തിൽ G ഗോപകുമാർ സാർ അഭിപ്രായ വ്യത്യാസം പറയാൻ സാധ്യതയില്ലല്ലോ. ആ ഡെപ്റ്റ് ടു GSDP റേഷ്യോ പരിശോധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കടം എത്രയാണ്? 51%. ഈ RSSും കോൺഗ്രസും കൂടെ ഭരിച്ചു മുടിച്ചിട്ടുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. നാഗാലാൻഡ് എത്രയാണ്? 47.8%. അരുണാചൽ പ്രദേശ് എത്രയാണ്? 45%. പഞ്ചാബ് എത്രയാണ്? 44%. ഹിമാചൽ പ്രദേശ് എത്രയാണ്? 40%. മിസോറാം എത്രയാണ്? 38%. സിക്കിം എത്രയാണ്? 38%. വെസ്റ്റ് ബംഗാൾ എത്രയാണ്? 38%. മേഘാലയയും ബീഹാറും രാജസ്ഥാനും ത്രിപുരയും ആന്ധ്രയും അടക്കമുള്ള ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ BJP നേതാവ് ശ്രദ്ധിക്കണം, കടം കൊണ്ട് മുടിഞ്ഞു എന്ന് C&AG പറഞ്ഞ 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമില്ല. കേരളം പച്ചക്കള്ളം പറഞ്ഞു ഇടപെട്ട് സംസാരിക്കില്ല. അതല്ലല്ലോ ഇവിടെ ബംഗാൾ ആര് ഭരിച്ചിരിപ്പുണ്ട്, സ്വന്തം കണ്ണിലാ കുത്തുന്നത്. വെസ്റ്റ് ബംഗാൾ എന്നാ ഭരിച്ചത്? ശരി ശരി, ഓക്കെ. BJP RSSും വെസ്റ്റ് ബംഗാൾ എന്നാ ഭരിച്ചതെന്നും കൂടി പറഞ്ഞിട്ട് പോകും. ശരി ശരി ശരി, ജയിക്കിന്റെ അവസരം. അപ്പോ BJP നേതാവ് സൗകര്യം കിട്ടുമ്പോ BJPയുടെ മുഖപത്രമൊക്കെ വായിക്കുന്നതോട് കൂടെ C&AGയുടെ റിപ്പോർട്ടെങ്കിലും വായിക്കണം. ഡെപ്റ്റ് ടു GSDP റേഷ്യോയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അപകടപൂർണമായ കടക്കണിയിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായിട്ടുള്ള C&AG റിപ്പോർട്ട് അവർ തന്നെ പറയുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഇപ്പൊ കേരളം ചെലവഴിക്കപ്പെടുന്ന 100 രൂപയിൽ 19 മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന. ഇതെന്തൊരു മര്യാദകേടാണ്. ആങ്കർ ഇടപെട്, ഞാനിതിൽ സംസാരിക്കില്ല. ചർച്ച അറപ്പാക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിലോ
അല്ല കേരളം BJP കുതിര കയറുമല്ലേ? അപ്പൊ അതും കൂടി ശരി, ഞാൻ പറഞ്ഞോളൂ. അവസരം തരാം ശ്രീമതി സിന്ധുമോൾക്ക്, ഞാൻ അവസരം തരാം. അപ്പൊ ഇത് കൺക്ലൂഡ് ചെയ്യും. പക്ഷേ ജയ്ക്ക് ഇവിടെ ചോദിച്ച ചോദ്യം ശരി, ഡെപ്റ്റ് ടു GSDP റേഷ്യോയിൽ കേരളം 15ാം സ്ഥാനത്താണ് എന്ന് ജയ്ക്ക് പറഞ്ഞു. എന്റെ ചോദ്യം, മറ്റ് പാനലിസ്റ്റുകളുടെയും ചോദ്യം, ഇപ്പോൾ ഈ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടിവരുന്ന അധികം പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതാണ്. ഡെപ്റ്റ് ടു GSDP റേഷ്യോയുടെ കാര്യം അല്ലല്ലോ ചോദിച്ചത്. അവിടെ തന്നെ ഇല്ല. ഡെപ്റ്റ് GSDP റേഷ്യോ സംബന്ധിച്ച് എനിക്ക് പറയേണ്ട വന്നത് എന്താണ്? കേരളത്തിൽ തകർന്ന് തരിപ്പണമായെന്ന് ട്രഷറി നോക്കിയാലേ എലിയോ പൂച്ചയോ അങ്ങനത്തോണ് BJP നേതാവ് പറഞ്ഞു കേട്ടത്. ആ മൃഗങ്ങളെ കിട്ടുള്ളൂ അവർ പറഞ്ഞു. അവർ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. മറ്റ് പാനലിസ്റ്റുകൾ ചോദിച്ചു ഇതെങ്ങനെ കൊടുക്കുമെന്നുള്ളത്. ഈ പ്രതിസന്ധികൾ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കാലമുണ്ടായിരുന്നു ഇല്ലേ? 2023 തിരുവോണാഘോഷത്തിന്റെ സമയം ഞാൻ കൃത്യമായി സൂചിപ്പിച്ചല്ലോ. ആ തിരുവോണാഘോഷത്തിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കപ്പെട്ട കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നും ധനദൃഢീകരണത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും അനുഭവങ്ങളിലേക്ക് കേരളം നടന്നു കയറുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. 11% വരുന്ന വളർച്ച 2021-22 അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും കേരളം മുന്നിലേക്ക് നീങ്ങുന്നു. ധനദൃഢീകരണത്തിന്റെ അനുരണനങ്ങൾ കേരളത്തിൽ കാണാൻ കഴിയുമെന്നുള്ളത് CAG വിവിധ വിഭാഗങ്ങളുടെ വളർച്ചാ നിരക്കിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകത എന്താണ്? എല്ലാവരാലും എഴുതിത്തള്ളപ്പെട്ട പ്രസ്ഥാനമായിരുന്നില്ലേ കേരളത്തിൽ KSRTC, സപ്ലൈകോ, മാവേലി സ്റ്റോർ? ഓരോ അനുഭവങ്ങളും ഈ തിരുവോണാഘോഷത്തിന്റെ അനുഭവം എന്താണ്? കേരളത്തിന്റെ ചരിത്രത്തിൽ 56 ലക്ഷം കുടുംബങ്ങൾ ആശ്രയിച്ച കേരളത്തിന്റെ പൊതുവിപണി, അതേപോലെ തന്നെ 368 കോടി രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞ കേരളത്തിന്റെ പൊതുവിപണി, വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു കയറുന്ന കേരളത്തിന്റെ പൊതുഗതാഗതം, അതിന്റെ പ്രതീകമായ KSRTC. ഓരോ മേഖലയിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസ രംഗത്ത് അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി 100% പൂർത്തീകരിക്കപ്പെടുന്നു. കേരളത്തിലെ 140 സ്കൂളുകൾ 5 കോടിയിലധികം ചെലവഴിക്കപ്പെട്ട അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുന്നു. 11 ലക്ഷം കുട്ടികൾ കേരളത്തിന്റെ UDF അടച്ചുപൂട്ടുകയും ഇടിച്ചു നിർത്തുകയും ചെയ്ത കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് 11 ലക്ഷം അധിക കുട്ടികൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നിയമനം നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയ ജലപാത, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോയുടെ 3rd ഫേസ്, ദേശീയപാതയുടെ പൂർത്തീകരണം, ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നു. ആരോഗ്യരംഗത്ത് എത്രയാണ്? കേന്ദ്ര സർക്കാർ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. അമേരിക്കയും തോൽപ്പിച്ചു കേരളം 5% കേരളം എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട് IIM ഡയറക്ടർ പറഞ്ഞത് എന്താണ്? ഡോക്ടർ ദബാഷിഷ് ചാറ്റർജിയാണ് പറഞ്ഞത്. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളല്ല. എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പുമായി സമീകരിക്കേണ്ടതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. ഈ വളർച്ച, ചെലവഴിക്കപ്പെട്ട കോടികൾ, അതിന്റെ മുമ്പിൽ നേടിയെടുത്ത ഈ വളർച്ച, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞത് എത്രയാണ്? 1ാം സ്ഥാനം കേരളത്തിന്. IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ പറഞ്ഞത് എന്താണ്? മൈഗ്രേഷന് പകരം റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ കേരള, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള. ലിങ്ക്ഡിന്റെ സൈറ്റ് ചൂണ്ടിക്കാട്ടി IBM സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ? അയാൾ CPIM അനുഭാവിയല്ലല്ലോ. 44,000 പ്രൊഫൈലുകളാണ് ഒറ്റ വർഷം കേരളത്തിൽ റിവേഴ്സ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് വന്നത്. എന്തുകൊണ്ട് വന്നു? ഈ ചെലവഴിക്കപ്പെട്ട അടിത്തറയും മേൽക്കൂരയും മാറ്റപ്പെട്ട കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലേക്ക് വ്യവസായങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും വരവാണ്. അതുവഴി കേരളം തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നു, ധനദൃഢീകരണത്തിലേക്ക് പോകുന്നു. വാക്ക് പ്രവൃത്തിയായി മാറിയ കാലമാ അല്ലെ? ഞങ്ങൾ പറഞ്ഞത് വരുമാനം വർദ്ധിപ്പിക്കുന്നു, ധനദൃഢീകരണത്തിന്റെ പാതയിലേക്ക് പോകുന്നു തുടങ്ങിയവയാണ് ആർഗ്യുമെന്റ്സ്.